ഇന്നത്തെ ദിവസം ലൈവില് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലോ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബിന്നി പറഞ്ഞൊരു ഡയലോഗ് പറയുകയാണെങ്കിൽ ഒരു വലിയ ഭൂകമ്പമൊക്കെ സംഭവിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു ശാന്തത പോലെയുണ്ട് എന്ന്. കാരണം വെച്ചാൽ ആ ഒരു ഹോട്ടൽ ടാസ്ക് ആയിരുന്നു ഈ ആഴ്ചത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോട്ടൽ ടാസ്കിൽ ഈ അതിഥികളൊക്കെ വന്നപ്പോഴത്തേക്കും, എസ്പെഷ്യലി റിയാസ് ഒക്കെ വന്നിട്ട് പോയപ്പോഴത്തേക്കും ഒരു ഭയങ്കര ഒരു കോലാഹലമായിരുന്നു. റിയാസ് വന്ന് എന്തായാലും കുറെ കോണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. ഈവൻ ഷാനവാസിനെയൊക്കെ കുറെ അധികം എക്സ്പോസ് ചെയ്യാനായിട്ട് റിയാസിന് സാധിച്ചു. അത് ഷാനവാസിന് ഗുണമാണ് ചെയ്യുന്നത് എങ്കിലും നെവിന്റെ വിഷയം കിടക്കുന്നത് കൊണ്ട് ഷാനവാസിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഏതായാലും ഒരു ശാന്തതയൊക്കെ ഇന്നത്തെ ദിവസം ലൈവിലുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയായിട്ട് കുറേ സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ പറയുന്ന സംസാരങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സംസാരം എന്ന് പറയുന്നത് ജിസേലിനും അനുമോൾക്കും ഒരുപോലെ എതിരെ ഒരു വലിയ ഒരു ആരോപണം. അതെന്തായാലും അനുമോള് എന്തായാലും അത് ഫേസ് ചെയ്യുന്നത് ഒരു നെഗറ്റീവായിട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അനുമോളാണ് ഈ കിച്ചണുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അനുമോളാണ്. എന്നാൽ ജിസേല് ഇപ്പോഴും കിച്ചണിൽ ഇടിച്ചു കയറി അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി ജിസേലിന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ജിസേല് ശ്രമിക്കുന്നുണ്ട്. സോ ഏറ്റവും കൂടുതലും ഈ സീസണിൽ കണ്ടന്റ് ഉണ്ടായിട്ടുള്ളത് കിച്ചൺ റിലേറ്റഡ് ആണ്. അവിടെ അനുമോളും ജിസേലും അതിനകത്ത് ഈക്വലി പാർട്ടാണ്. പക്ഷെ അനുമോളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആഘോഷിച്ച ഒരു വ്യക്തി കൂടിയാണ് അനുമോള്. എന്നാൽ ഇന്നിതേ ഇപ്പോ ഒനീല്, അഭി, അക്ബർ ഇവര് മൂന്നുപേരുടെ ഇടയിൽ ഒരു ചർച്ച നടക്കുകയാണ്. അവിടെ അപ്പുറത്തായിട്ട് ആര് നടക്കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ ലൈവിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ ഒനീലിന്റെ അടുത്ത് അനുമോള് രാവിലെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, വെസൽ ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് കഴുകിയിട്ടില്ല എന്ന്. അപ്പോൾ ഉടനെ ഒനീൽ അതിനോട് തർക്കിക്കുന്നുണ്ട്. അപ്പൊ ഏതാ ഇപ്പൊ കഴുകാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കേക്ക്, രാത്രി കട്ട് ചെയ്ത കേക്കിൻ്റെതാണ് കഴുകാത്തതെന്ന്. അതിപ്പോ രാത്രിയല്ലേ, അതെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഈ പറയുന്നത് എല്ലാവർക്കും ഒരു റെസ്റ്റ് ഒക്കെ വേണ്ടേ എന്നിങ്ങനെ ഒനീൽ അനുമോളോട് പറയുന്നുണ്ട്. അനുമോൾ അവിടെ അത് പിന്നെ അങ്ങ് ഒഴിവാക്കുകയാണ്, ആ സംസാരം അവിടെ ഒഴിവാകുകയാണ്. പക്ഷെ ഒനീല് ഈ ഒരു സിറ്റുവേഷൻ കേട്ടതിന് ശേഷം അനുമോൾക്കൊരു എന്തായാലും ഉന്നം വെച്ചിട്ടുണ്ട്. അനുമോളാണ് ഇനി അടുത്ത തന്റെ ഇര അല്ലെങ്കിൽ അവരുടെ ടീമിന്റെ ഇര എന്ന് അനുമോളെ ഒന്ന് ഉന്നം വെച്ചിട്ട് ഒനീല് അബിയടുത്തും അക്ബറിന്റെ അടുത്തും വന്ന് സംസാരിക്കുകയാണ്. ഈ ഹൈജീൻ പ്രശ്നം അടുക്കളയിൽ ഉണ്ട് കേട്ടോ. കാരണം പറയുന്നതെന്ന് വെച്ചാൽ അനുമോള് ഒരു വുഡൻ ആയിട്ടുള്ള ഒരു സ്പൂൺ എടുത്ത് അത് പാചകത്തിന് വേണ്ടി ഇളക്കിയതിന് ശേഷം അത് കൊണ്ടുപോയി സിങ്കിലിട്ടു. സിങ്കില് ഒരു പാത്രത്തിനകത്തായിട്ടാണ് വീണ് കിടന്നത്. അപ്പോൾ അതിന്റെ മുകളിൽ ജിഷിൻ വന്ന് കപ്പ് കഴുകിയിരുന്നു. അങ്ങനെ കപ്പ് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അനുമോള് വന്നിട്ട് ആ വുഡൻ സ്പൂണ് തിരക്കിയപ്പോൾ അയ്യോ ആ സിങ്കി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് സിങ്കിന്ന് ആ സ്പൂൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സ്പൂൺ എടുത്ത് കഴുകാതെ അതേ കണക്ക് തന്നെ വീണ്ടും ഉപയോഗിച്ചു എന്ന് ഒനീല് അക്ബറിനോടും അഭിയോടും പറയുകയാണ്. അപ്പൊ അത് ഒനീല് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതേ കണക്ക് തന്നെ മറ്റൊരു സിറ്റുവേഷൻ, റിയാസ് ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ ചപ്പാത്തിയുടെ ഒരു മാവെന്തോ പരത്തിയാണ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അനുമോള് തുമ്മിയത് ഡയറക്ട്ലി ഈ പറയുന്ന ചപ്പാത്തിയിലോട്ടായിരുന്നില്ല, ഒന്ന് സൈഡ് വെച്ചിട്ടാണ് തുമ്മിയത്. ഈ പറയുന്ന കാര്യം അബിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ തുമ്മിയതിന് ശേഷം അവിടെ ജിസേലും ഉണ്ടായിരുന്നു, അനുമോളും ഉണ്ടായിരുന്നു. പക്ഷെ അബി അന്നേരം പറയുന്നുണ്ട് അത് മാറ്റണം, നീ തുമ്മിയതാണ്, അത് മാറ്റണം എന്ന് അബി പറഞ്ഞപ്പോൾ ജിസേലും അനുമോളും ഒരുപോലെ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസും ഇവരിങ്ങനെ ഓർത്തു വെച്ചിരിക്കുകയാണ്. ഒരു സമയം വരുമ്പോൾ നിങ്ങൾ ഓർത്തോ ഇതൊരു വലിയ പ്രശ്നമാകും. അടുക്കളയിൽ ഏറ്റവും കൂടുതൽ അനുമോളാണ് നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നത്. നല്ല കാര്യങ്ങൾ കൂടുതലും ഈ പറയുന്ന ഇപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലതൊക്കെ വലുതായി മാറുന്നുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഈ സീസണിലെ കിച്ചൺ അനൂസ് കിച്ചൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അത്രത്തോളം അനുവാണ് അവിടെ എല്ലാവർക്കും ഫുഡ് കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നത്, നന്നായി ഫുഡ് ഉണ്ടാക്കുന്നത്. അവിടെ എല്ലാവരും ഫുഡ് കഴിച്ച് ഹാപ്പി ആയിട്ടുള്ളതൊക്കെ ഈ പറയുന്ന അനുമോൾ കാരണമാണ്. ഈ ഫുഡ് അനുമോൾ ഉണ്ടാക്കുന്ന ആ ഒരു കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് അനുമോൾ കുറച്ചധികം സജീവമായത് ഒനീലിന് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല. ബിക്കോസ് ഒനീലിന്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഈ ഒരു കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഒനീലിന്റെ പ്രൊഫഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അനുമോളോട് അത്തരത്തിലൊരു പേഴ്സണൽ ഗ്രിഡ്ജ് എന്തായാലും ഒനീലിനുണ്ട്. മാത്രമല്ല ഒനീലിന് ഉൾപ്പെടെ അക്ബർ ഈ പറയുന്ന എല്ലാവർക്കും അനുമോളോട് ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ എഡി എന്ന് അബി അനുമോളെ വിളിക്കുന്നുണ്ട്, എഡി എന്ന്. അത് വളരെ കാഷ്വലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് എന്തോ വിളിച്ചതാ. അപ്പോഴത്തേക്ക് അനുമോള് കയറി എന്നെ എഡിന്ന് വിളിക്കണ്ട എന്ന് അബിയോട് പറയുമ്പോൾ അബി പെട്ടെന്ന്
അനുമോളെ ഇതിപ്പോ നിർത്തിക്കോ, നീ ഇനി എന്നെ എടാന്ന് വിളിച്ചാ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അബി അനുമോളോട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ആ ഒരു കോണ്ടന്റ് കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. അനുമോൾക്ക് ഒന്ന് കയറി വരാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വഴക്കുകളൊക്കെ അവരായിട്ട് ഈ പറഞ്ഞ ഒന്നീലും അക്ബറും അബിയുമായിട്ട് കൊണ്ടുവന്ന് കൊടുത്താലും അത് അനുമോൾക്ക് ഗുണമാണ്. പക്ഷെ ഇതിനകത്ത് അനുമോൾ മാത്രമല്ല, അനുമോളും ജിസയിലും ഒരേപോലെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പം ഈ ജിസയിലും അനുമോളും തമ്മിലൊരു കൂട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളതൊന്ന് കണ്ടറിയാം. അപ്പോൾ ഏതായാലും ശരി, ലൈവിൽ നടന്ന ഒരു ഡിസ്കഷനാണ്. ഇനി പോകെ ഈ ഒരു ഡിസ്കഷൻ വെച്ചിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ അടുത്ത ലൈവ് വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ വരാം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.